കരയിൽ ഭിന്നിച്ചവരെ കുശിനിക്കാരൻ കറിച്ചട്ടിയിൽ ഒന്നിപ്പിച്ച കഥയല്ലിത്. ശ്രീമതി പാൽക്കപ്പയുടെ ജീവിതം. കണ്ടത്തിലെ കപ്പയും വരമ്പിലെ തെങ്ങിന്റെ മണ്ടയിലെ തേങ്ങയും തമ്മിൽ നിഗൂഢമായ പ്രണയത്തിലായിരുന്നു. ആ പരമരഹസ്യം ഒരിക്കലെങ്ങനെയോ കാറ്റിൽ പറന്ന് പരസ്യമായി. ഒറ്റത്തടിയായ തെങ്ങിന് സസ്യവർഗമായ കപ്പച്ചെടിയോടുള്ള അസ്വാരസ്യം മൂലം തേങ്ങയെ ചകിരിക്കുള്ളിലും കുറിയവനെങ്കിലും കുലശ്രേഷ്ഠനായ കപ്പച്ചെടി കപ്പയെ മണ്ണിനടിയിലും ഒളിപ്പിച്ചു. കാലം കടന്നുപോയി. അരങ്ങിൽ തോറ്റവർ അടുക്കളയിൽ ഒന്നിച്ചു. അവരെ ഒന്നാക്കി മാറ്റാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പോരാഞ്ഞിട്ട് പാൽ കുടുംബത്തിലെ തന്നെ അംഗമായ പാൽക്കാന്താരിയെയും സാക്ഷിയാക്കി. തേങ്ങാപ്പാലിനെ ദീർഘസുമംഗലീ ഭവ എന്നോതി ചിരട്ടയമ്മ അനുഗ്രഹിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവരങ്ങനെ ഒന്നിക്കുകയാണ്. ഇതിനിടയിലേക്ക് ആസ്വാദന മികവോതി ഉപ്പ് ഉന്തിക്കേറി. കടുകും കുഞ്ഞുള്ളിയും കപ്പൽ മുളകും കറി വേപ്പിലയും കുറുകി വരുന്ന അവരുടെ ബന്ധത്തെ വെളിച്ചെണ്ണയൊഴിച്ചൂട്ടി ഉറപ്പിച്ചു. അടുക്കള കോണിൽ മിണ്ടാതെ മാറിയിരുന്ന ഈ മേളങ്ങളൊക്കെ കണ്ട് പൊട്ടാനൊരു ഹൃദയം പോലും ഇല്ലാതെ മേനിയിൽ 3 വരയിട്ട അയിലക്കുട്ടി തന്റെ മുറിവാല് കുലുക്കിക്കൊണ്ട് ചോദിച്ചു, കുട്ടിക്കാലം മുതൽ എന്റെ മുള്ളി പിടിച്ച് നടന്ന നിങ്ങളൊക്കെ എന്നെ മറന്നൂല്ലേ? ഇത് കേട്ട പാൽക്കപ്പ ഒരേ സ്വരത്തിൽ ആർത്തു വിളിച്ചു, കേറി വാടാ മക്കളെ. പിന്നീടുള്ള കാലം അവരൊന്നായി നന്നായി ജീവിച്ചു. കാര്യങ്ങളൊക്കെ നന്നായാൽ പിന്നെ കഥ തീരും. അതാണല്ലോ പതിവ്. അതുകൊണ്ട് തന്നെ ശുഭം. ഇനി മറ്റൊരു കഥയുമായി എത്താം. ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.